ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്തു. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശമുണ്ടെന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണത്തെ തുടർന്ന് പാഠപുസ്തകത്തിന്റെ വിതരണം നിർത്തിവച്ച് എൻസിഇആർടി. കേരളത്തിൽ ആക്കുളം ചേറ്റുവ ജലപാതയുടെ ആദ്യഘട്ടം ഇന്ന് വർക്കലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇറാൻ അമേരിക്ക 3ാം ഘട്ട ആണവ നയതന്ത്ര ചർച്ചകൾ ഇന്ന് ജനീവയിൽ നടക്കും. ഐസിസി ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ന്യൂസിലൻഡ്. ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദം എല്ലായിടത്തും സമാധാനത്തിന് ഭീഷണിയാണെന്നും സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേലിനെപ്പോലെ ഇന്ത്യയും ഭീകരതയോട് വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഭീഷണിയെ നേരിടാൻ സുസ്ഥിരവും ഏകോപിതവുമായ ആഗോള ശ്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ആഗോളതലത്തിൽ മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ നവീകരണത്തിന്റെയും സാങ്കേതിക നേതൃത്വത്തിന്റെയും ശക്തി കേന്ദ്രമാണെന്നും ഇത് ഭാവിയിലേക്കുള്ള പങ്കാളിത്തത്തിന് സ്വാഭാവിക അടിത്തറ സൃഷ്ടിക്കുമെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. India has been the fastest growing major economy in the world. Soon we will be among the top 3 economies globally. At the same time, Israel is a powerhouse of innovation and technological leadership. This creates a natural foundation for our forward-looking partnership. We are committed to expanding trade, strengthening investment flows, and promoting joint infrastructure development. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നൽകിയ അസാധാരണ സംഭാവനകൾ കണക്കിലെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡൽ നൽകി ആദരിച്ചു. ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഈ മെഡൽ ലഭിക്കുന്ന ആദ്യ നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്തു. ജലപരിപാലനം, കൃഷി, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതിക ലോകത്ത് കൈവരിച്ച പുരോഗതികൾ പ്രദർശിപ്പിക്കുന്ന എക്സിബിഷനിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനൊപ്പം പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്വാണ്ടം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുൾപ്പെടെ തന്ത്രപരമായ മേഖലകളിലെ അത്യാധുനിക ഇസ്രായേലി സാങ്കേതിക വിദ്യകളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മു കാശ്മീരിലെത്തിയ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ഇന്ന് കാശ്മീർ സർവകലാശാലയുടെ 21ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്നലെ ശ്രീനഗറിലെ ലോക് ഭവനിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യ ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇസ്രായേൽ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. സാമ്പത്തിക ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ഉറപ്പിച്ചതായി ശ്രീ ഗോയൽ ഒരു സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്ത് ദേശീയ അന്വേഷണ ഏജൻസി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. ജമ്മു കാശ്മീർ സ്വദേശികളായ സമീർ അഹമ്മദ് അഹാങ്കറും തുഫൈൽ അഹമ്മദ് ഭട്ടുമാണ് അറസ്റ്റിലായത്. കേസിലെ പ്രധാന പ്രതിക്ക് ആയുധങ്ങൾ വിതരണം ചെയ്തത് ഇവരാണെന്ന് എൻഐഎ വ്യക്തമാക്കി. 2025 നവംബർ 10 നടന്ന സ്ഫോടനത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശമുണ്ടെന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണത്തെ തുടർന്ന് പാഠപുസ്തകത്തിന്റെ വിതരണം നിർത്തിവച്ചതായി എൻസിഇആർടി. സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിന്റെ വിതരണമാണ് നിർത്തിവച്ചത്. പിഴവ് പറ്റിയതിൽ മാപ്പ് പറയുന്നതായും എൻസിഇആർടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാഠപുസ്തകത്തിലെ ഉള്ളടക്കം സംബന്ധിച്ച് കോടതി സ്വമേധയാ എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പ്രാദേശിക ഉൽപാദനത്തിനും കയറ്റുമതിക്കും വേണ്ടി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വഹിച്ച പങ്കിനെ എടുത്തുപറഞ്ഞ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആത്മനിർഭർ ഭാരതിന് കീഴിൽ തദ്ദേശീയ പ്രതിരോധ വ്യവസായത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയെന്ന സർക്കാരിന്റെ ദർശനം സാക്ഷാത്കരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ പ്രധാന പങ്ക് വഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ട്രെയിനി ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ഇൻസ്റ്റാഗ്രാമിൽ 100 മില്യൺ ഫോളോവേഴ്സ് പിന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻസ്റ്റാഗ്രാമിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ലോക നേതാവും രാഷ്ട്രീയക്കാരനുമാണ് അദ്ദേഹം. 5 പ്രധാന ലോക നേതാക്കളുടെ ആകെ ഫോളോവേഴ്സിന്റെ എണ്ണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിഗത ഫോളോവേഴ്സിന്റെ എണ്ണത്തേക്കാൾ കുറവാണ്. 43.2 ദശലക്ഷം ഫോളോവേഴ്സുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം സ്ഥാനത്താണ്. ഹോളി ഉത്സവകാലത്ത് യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ട്രെയിൻ സർവീസുകൾ നടത്താൻ തീരുമാനിച്ച ഇന്ത്യൻ റെയിൽവേ. അടുത്ത മാസം 18 വരെ വിവിധ റെയിൽവേ സോണുകളിലായി 1244 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. CBI 6 സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തു. ഡൽഹി, കർണാടക, കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, ഗോവ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. കോട്ടയം ജില്ലയിൽ മുതിർന്ന പൌരനിൽ നിന്ന് 1 കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് CBI നടപടി. മനുഷ്യാവകാശങ്ങളുടെ ഏറ്റവും ഗുരുതരമായ ലംഘനങ്ങളിലൊന്നാണ് ഭീകരതയെന്നും അതിനൊരു ന്യായീകരണവുമില്ലെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സങ്കുചിത താൽപര്യങ്ങൾക്ക് പകരം മനുഷ്യ കേന്ദ്രീകൃത വികസനത്തിനാണ് ഇന്ത്യ നിരന്തരം ഊന്നൽ നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യാവകാശ കൌൺസിലിന്റെ 61ാമത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. We remain firm and uncompromising in our opposition to terrorism in all forms and manifestations as well. Terrorism is among the most egregious violations of human rights, and there can be no justification, especially when innocent lives are targeted. Confronting terrorism requires collective resolve, and we look at this Council and to the United Nations at large to advocate zero tolerance for terrorist acts. 280 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആക്കുളം ചേറ്റുവ ജലപാതയുടെ ആദ്യഘട്ടം ഇന്ന് വർക്കലയിലെ ചിലക്കൂർ ബീച്ച് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മൾട്ടി മോഡൽ ലോജിസ്റ്റിക് ഹബ്, രാജ്യത്തെ മുൻനിര ജലാധിഷ്ഠിത ടൂറിസം കേന്ദ്രം എന്നീ നിലകളിലുള്ള കേരളത്തിന്റെ വളർച്ചയെ ഇത് വേഗത്തിലാക്കും. ഇറാൻ അമേരിക്ക 3ാം ഘട്ട ആണവ നയതന്ത്ര ചർച്ചകൾ ഇന്ന് ജനീവയിൽ നടക്കും. ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ച ദീർഘകാല സംഘർഷത്തിൽ വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. അതേസമയം ഇറാന് എണ്ണ വിൽക്കാൻ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്ന 30-ലധികം വ്യക്തികൾ, കമ്പനികൾ, കപ്പലുകൾ എന്നിവയ്ക്കെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചു. ICC ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന സൂപ്പർ 8 ഗ്രൂപ്പ് 2 മത്സരത്തിൽ ന്യൂസിലന്റ് ശ്രീലങ്കയെ 61 റൺസിന് പരാജയപ്പെടുത്തി. ഇതോടെ ശ്രീലങ്ക സെമി ഫൈനൽ കാണാതെ പുറത്തായി. നിർണായകമായ സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. സെമിയിൽ പ്രവേശിക്കാൻ ഇന്ത്യയ്ക്ക് ഇനിയുള്ള 2 മത്സരങ്ങളും ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹോക്കി ഫെഡറേഷൻ പ്രോ ലീഗിൽ ഷൂട്ടൌട്ട് മത്സരത്തിൽ മിന്നും ജയം നേടി ഇന്ത്യ. 1-നെതിരെ 3 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത്. ശിലാനന്ദ് ലാക്ര, മനീന്ദർ സിംഗ്, വിഷ്ണുകാന്ത് സിൻഹ എന്നിവരാണ് ഇന്ത്യയ്ക്കായി ഗോൾ നേടിയത്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. കേരളത്തിന്റെ സ്വന്തം ഇലക്ട്രിക് സൈക്കിളായ KE സൈക്കിളിന്റെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കോസ്റ്റെക്കും തിരുവനന്തപുരം റോട്ടറി ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടയിൽ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെയാണ് KSU പ്രതിഷേധത്തിൽ മന്ത്രിക്ക് പരിക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്തു. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശമുണ്ടെന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണത്തെ തുടർന്ന് പാഠപുസ്തകത്തിന്റെ വിതരണം നിർത്തിവച്ച് NCERT. കേരളത്തിൽ ആക്കുളം ചേറ്റുവ ജലപാതയുടെ ആദ്യഘട്ടം ഇന്ന് വർക്കലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇറാൻ അമേരിക്ക 3ാം ഘട്ട ആണവ നയതന്ത്ര ചർച്ചകൾ ഇന്ന് ജനീവയിൽ നടക്കും. ICC ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ന്യൂസിലാന്റ്. ഇന്ത്യ ഇന്ന് സിംബാബ്വെയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.